ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് ഞാനിപ്പോ വരാ പറയാം. ഞാനിന്ന് ഭയങ്കര ടയേർഡാണ്. നൈസായിട്ടൊന്ന് മുട്ടി. Hi guys, so welcome back to Cuddle Diaries. Today is July 10 Friday. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് ഞാൻ മൺഡേ തിരിച്ചു വരുള്ളൂ. എനിക്കോട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസത്തിന് ശേഷം വീട്ടിലോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3 ആഴ്ചയോളമായി ഞാൻ വീട്ടിലോട്ട് പോയിട്ട്. ഫ്ലഫീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനുശേഷം എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. സോ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോം. സോ സമയം ഇപ്പം ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. ഞാനൊരു 3 മണി 4 മണി ആകുമ്പോഴേക്കും പോകണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പോണതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആദ്യം ഈ റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ഒതുക്കിയതാണ്, പക്ഷെ ഇന്നലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് പേപ്പറൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. സോ അതൊന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അത് ചെയ്യണം. പിന്നെ പെട്ടി പാക്ക് ചെയ്തിട്ടുള്ള പെട്ടി പാക്ക് ചെയ്യണം. 3 ദിവസമാണെങ്കിൽ കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട്. സോ അത് ചെയ്യണം. പിന്നെ കുളിച്ച് റെഡി ആവണം. പിന്നെ ഞാൻ ക്ലൗഡിൽ ഇടാനുള്ള കുറച്ച് ഷോർട്സ് എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. സോ അതും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയണ്ട, വേഗം അതൊക്കെ ചെയ്യാം. അങ്ങനെ റൂം സെറ്റായി. ഇനിയിപ്പോൾ നേരെ പോയി കുളിക്കുക, പെട്ടി പാക്ക് ചെയ്യുക, റെഡി ആവുക. പിന്നെ 2 ഷോർട്സ് എടുക്കാനുണ്ട്, അത് എടുക്കണം. ഫുഡ് ഞാൻ എന്തായാലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ സമയമെടുക്കും, പാത്രം കഴുകി വെക്കാൻ സമയമെടുക്കും, കഴിക്കാൻ സമയമെടുക്കും. അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നേരെ പോയി റെഡി ആവാം. ഞാൻ ഇന്നലെ മുടി രാവിലെ കഴുകിയതാണ്, പക്ഷെ ഫ്രണ്ടിലെ മുടി മാത്രം ഭയങ്കര ഫ്ലാറ്റ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്നൊരു ഹാക്കാണ്, ഫ്രണ്ടിലെ ബാക്ക് പോർഷൻ മാത്രം എടുത്തിട്ട് ഇവിടെ മാത്രം ഷാമ്പൂ ഇട്ട് കഴുകും. മുടി നമ്മൾ ഡെയിലി ഷാമ്പൂ ഇട്ട് കഴുകി കഴിഞ്ഞാൽ മുടിയുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. നമുക്കൊരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ധാരാളം കുറയും. പക്ഷെ ഫ്രണ്ടിലെ മുടി എപ്പോഴും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എൻ്റെ തല ഭയങ്കര മുട്ട തല പോലെ ഇരിക്കേണ്ടി തോന്നി. സോ ഇവിടെ മാത്രം നമുക്ക് സോപ്പിട്ട് ഇടാം. സോ ദിസ് ഈസ് മൈ ടുഡേയ്സ് ഔട്ട്ഫിറ്റ്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫുഡ് വന്നിട്ട് ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം.
ഇതിന്റെ കൂടെ തന്നെ ഞാൻ എന്റെ അയൺ ബോക്സും കൂടെ വെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയി വന്ന സമയത്ത് അവസാനമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അയൺ ബോക്സ് എടുത്ത് തേച്ചതാണ്. സംഭവം അടിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ മാത്രമേ അയൺ ബോക്സ് യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി ഡാഡി അമ്മൂമ്മയ്ക്ക് പുറത്ത് കൊടുത്ത് തേച്ച് വാങ്ങാറൊക്കെയാണ് പതിവ്. അപ്പോൾ തിരിച്ച് വരണ വഴിക്ക് ഒന്ന് അയൺ ചെയ്തിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. സ്വിച്ച് ഇട്ടത് സാധനം അടിച്ചുപോയി. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഞാനില്ലാത്തതുകൊണ്ട് പുതിയ അയൺ ബോക്സ് വാങ്ങാൻ വളരെ സാധ്യത കുറവാണ്. ചോദിച്ചിടത്തോളം വാങ്ങിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ടുപോയി വിചാരിച്ചതാകുമ്പോൾ പിന്നെ വെയിറ്റും ഇല്ല, ഒന്നുമില്ല, പാറ്റ സാധനമാണ്. ഈ 2 ബാഗിലാണ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാറുള്ളത്. ഇതിനകത്ത് നമ്മുടെ ഇങ്ങനെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, ഹെയർ സെറം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കും. പിന്നെ ഈ ഒരു കുട്ടി സാധനത്തിൽ നമ്മൾ ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വെക്കും. റീസെന്റ് ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ മാനിഫെസ്റ്റ്. ഞാനൊരു ബുക്ക് പേഴ്സണേ അല്ല, എനിക്ക് ബുക്ക് വായിക്കാൻ തീരെ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഈ ഒരു റീഡിംഗ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒരു 5 പേജാണ് ഞാൻ മാക്സിമം വായിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതും കൂടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ടൈമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഓൾറെഡി 3 ലോങ് വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും ആയിട്ട് എനിക്ക് വീഡിയോസ് ഇടണം. അപ്പോൾ പിന്നെ ഫുൾ എഡിറ്റിങ്ങും അതും ഇതൊക്കെ ആയിട്ട് അതിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും സമയം കിട്ടുകയാണെങ്കിൽ വായിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഓവർ പാക്കറാണ്. 2 ദിവസത്തേക്കാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 10 ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തോണ്ടാ പോവാ. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് തന്നെയാണ് പോണത്. ഇതിപ്പോ ഒരുമാതിരി ഞാൻ ട്രിപ്പിന് 2 ദിവസം പോണ പോലെയാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് ചാനൽ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം കുറെ ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ സ്ലീവ്ലെസ് ഇടാറില്ലേ വെച്ചിട്ട്. ആക്ച്വലി ഞാൻ എല്ലാം ഇടാറുണ്ട്. ഷോർട്ട് ഡ്രസ് ഇടും, സ്ലീവ്ലെസ് ഇടും, എല്ലാ സംഭവവും ഞാൻ ഇടാറുണ്ട്. പക്ഷെ പണ്ട് ഞാൻ എപ്പോഴും ഇടുമായിരുന്നു കേട്ടോ, പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇടുമായിരുന്നു. പക്ഷെ എൻ്റെ കൈക്ക് ഭയങ്കര വണ്ണം കുറവാണ്. എൻ്റെ കൈക്ക് എന്നല്ല, മൊത്തത്തിൽ ഞാൻ വണ്ണം കുറവാണ്. പക്ഷെ എന്നാലും കൈയുടെ ഇവിടെ ഈ ഒരു പോർഷൻ ഭയങ്കര വണ്ണം കുറവാണ്. അപ്പം എനിക്കിങ്ങനെ സ്ലീവ്ലെസ് ഇടുമ്പോൾ അധികം ഒരു രസം തോന്നാറില്ല. എനിക്ക് പേഴ്സണലി ഒരു രസം തോന്നാറില്ല. സോ ഞാനിങ്ങനെ മനസ്സിൽ കൈ കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇവിടെ ഇച്ചിരി ഇങ്ങനെ ഒരു തടി ഇത്തിരിയെങ്കിലും, ഇപ്പം ഇങ്ങനെയല്ലേ, ഇത് ഇത്തിരി ഇങ്ങനെയെങ്കിലും തടി ആക്കിയിട്ട് സ്ലീവ്ലെസ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടൊരു തീരുമാനം എടുത്താണ്. അതിനുശേഷം ഞാൻ അധികം സ്ലീവ്ലെസ് ഇട്ടിട്ടില്ല. മീൻസ് എൻ്റെ മനസ്സിലത് ഫിക്സ്ഡ് ആയി, കൈ വണ്ണം വെച്ചിട്ട് ഇടാം, അങ്ങനെ ഒരു സംഭവം ഫിക്സ്ഡ് ആയി. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ സ്ലീവ്ലെസ്സും കാര്യങ്ങളൊന്നും ഇടാത്തത്. അന്ന് തീരുമാനം എടുത്തതല്ലാണ്ട് ഞാൻ എക്സസൈസ് വർക്കൗട്ടും ഒന്നും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ കുറെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ. ബൈ. ക്രാഫ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്കറിയില്ല ചെയ്യാനുള്ള സമയം ഉണ്ടാവുമെന്ന്, കാരണം ഓൾറെഡി 3 ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ബട്ട് സ്റ്റിൽ നോക്കാം. പക്ഷെ 2 ദിവസത്തേക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാം ഓഫ് ചെയ്തില്ലേ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വല്ലവിടെയും പോണ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്താ, ലൈറ്റ് ഓഫ് ചെയ്താ, വാതിലടച്ചാന്നൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ അടുത്ത് ഞാൻ താഴെ വരാൻ പറഞ്ഞിട്ടുണ്ട്. വന്നിട്ട് കുറെ നേരമായി തോന്നുന്നു. ഞാൻ ഇപ്പൊ വരാ പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. രണ്ട് മണി 3 മണി എന്നൊക്കെ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സമയം 5:30. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിലോട്ടല്ലേ പോണത്. ഓക്കെ, അപ്പം ഞാൻ താഴെ എത്തിയിട്ട് മെസ്സേജ് അയക്കാന്ന്. താഴെ എത്തിയിട്ട് ഞാൻ വിളിക്കാം. സോറി, വിളിക്കുകയല്ല, വീഡിയോ എടുക്കാം. ലീവ് ഉണ്ടല്ലേ ഫോർത്ത് സാറ്റർഡേ ഒക്കെ ലീവ് ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണത്. കമ്പനി ചില മിക്ക കമ്പനികളിൽ ശനി ഞായറും ലീവ് എന്നുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും. ചിലതില് സെക്കൻഡും ഫോർത്ത്. സ്കൂളിലില്ല സാറ്റർഡേ സൺഡേ ലീവ്. അത് നിങ്ങൾക്ക് അങ്ങനെയാണോ? സെക്കൻഡും ഫോർത്ത്. ഇതിനാണ് നല്ല സ്കൂളിൽ പഠിക്കണം പറയുന്നത്. CBSE ബ്ലോക്കിനെ പറ്റി പറഞ്ഞു.
ഷിറ്റഹോളിക് ബ്ലോക്ക് ആയിരുന്നു. ഷിറ്റഹോളിക് ബ്ലോക്ക്. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ആലുവ എത്താൻ സാധാരണ എത്ര നേരം? ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് തേച്ച് വേണ്ട മര്യാദക്ക് വരികയാണെങ്കിൽ. 2 മണിക്കൂറാണ് എടുത്തത് ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് ആലുവ ആ പാലം കടക്കാനായിട്ട്. സാധാരണ ആലുവ പാലത്തിന്റെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. ഇത് പക്ഷെ അതിന് മുമ്പുള്ള സിഗ്നലിന്റെ അവിടെ നിന്ന് തുടങ്ങിയ ബ്ലോക്കാണ്. എന്നിട്ട് പോലീസൊക്കെ വന്ന്, മീൻസ് പോലീസ് ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലേ? പോലീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി ബ്ലോക്ക് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടീനെ വിട്ട് അങ്ങനെയൊക്കെയാണ് അവിടെ ഇതാക്കിയത്. അത് കഴിഞ്ഞ് അടുത്തത് കൊരട്ടിയുടെ അവിടെ. അല്ല, നോർമൽ ഒന്നും അല്ലായിരുന്നു. സാധാരണ അതിനേക്കാളും മുൻപേ നിന്നില്ലേ? സാധാരണ കൊരട്ടിയുടെ അവിടെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവും. മറ്റേ പാലം പണി കഴിയാത്തോണ്ട് താഴെ കൂടെ നല്ല മീൻസ് സൈഡിലെ സർവീസ് റോഡിൽ കൂടെ എപ്പോഴും വിടാറില്ല. അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. പക്ഷെ ഇന്ന് എവിടെ നിന്നാണോ സാധാരണ നിൽക്കാറുള്ളത് അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്ത് മുതൽ നിന്നുണ്ടാവും. ഏതാണ്ട് 5:30 എന്തോ ആകുമ്പോ ഇറങ്ങിയതാണ്. സമയത്ത് 6, 7, 8, 9 ഏതാണ്ട് 4 മണിക്കൂറായി. ഈ ഒരു ടൈം കൊണ്ടൊക്കെ വീട്ടിൽ എപ്പോഴും എത്തിയിട്ടുണ്ടാവും അല്ലേ? 3 മണിക്കൂർ, മാക്സിമം ഒരു 3.5 മണിക്കൂർ വീടെത്താനായിട്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമുക്ക് വടക്കഞ്ചേരി എത്തി. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമുക്ക് 1 മണിക്കൂറിന്റെ അടുത്ത് പോകാനുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പോലെ ഈ 1 മണിക്കൂർ. അതാ ഞാൻ പറഞ്ഞത്, സമയം കൊണ്ട് എപ്പോഴും നമ്മള് വീടെത്തിയിട്ടുണ്ടാവുന്നത്. ബൈ. ഫൈനലി ഞാൻ വീടെത്തി. കുറച്ച് നേരത്തെ ആയി പോയോ എന്നൊരു സംശയം. സ്മരണ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാൽ, ആര് വരാ മീൻസ് വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഓളിട്ടോണ്ടേ ഇരിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾപ്പിച്ചു തരാട്ടോ. ഹായ്. അങ്ങനെ ഫൈനലി വീടെത്തി. ഞാനിന്ന് ഭയങ്കര ടയേർഡാണ്. കുളിച്ച് ഡ്രസ്സ് മാറ്റി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുണ്ട്. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. 3 വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്യണം. അതും ലോങ് വീഡിയോ. 3 വീഡിയോ ഇന്ന് എന്തായാലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറേ സമയം എടുത്തിട്ട് എഡിറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും എഡിറ്റ് ചെയ്തിട്ട് നാളെ പബ്ലിഷ് ചെയ്യണം. കടൽ ടോക്സിൽ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 2 ചാമ്പയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അതും എടുത്ത് കഴിച്ച് ഞാൻ നോക്കുമ്പോൾ ഡാഡി അവിടെ ഇരുന്ന് ഫിഫ കണ്ടോണ്ടിരിക്കും. ഡാഡി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനാണ്. ഞാൻ പക്ഷേ ഡാഡി എന്നാണ് പണ്ട് മുതലേ വിളിക്കാറുള്ളത്. പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഞാനും ഡാഡിയും എപ്പോഴും ഇരുന്ന് ഫിഫയൊക്കെ ഒരുമിച്ചിരുന്ന് കാണുമായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം ഞാൻ ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ഒരുമിച്ചിരുന്നൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യത്തെ ഒരു മാച്ച് പോലും ഞാനിരുന്ന് കണ്ടിട്ടില്ല. പക്ഷേ ഡാഡി എല്ലാ ദിവസവും മാച്ചസ് ഒക്കെ ഇരുന്ന് കാണും. ഞാൻ പിന്നെ അങ്ങനെ വലിയ ഫുട്ബോൾ പ്രേമിയൊന്നും അല്ല കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടയിൽ കയറി ഒരു മാച്ച് കാണുമ്പോൾ ഇത് ആരൊക്കെയാ കളിക്കണത്, ഇത് എപ്പോഴാണ് കളിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴത്തെ വീഡിയോ ആണെന്ന് വിചാരിക്കേണ്ട. ഇത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. ഡ്രസ്സൊക്കെ സെയിം തന്നെയാണ്. ഞാൻ ചിക്കനും ബീഫും വാങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ അമ്മയുടെയും പട്ടുവിൻ്റെ എവിടെയും പോയിട്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ഞാൻ ഇന്നലെ രാത്രി കുളിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. നേരെ പോയി കുളിച്ചു. പക്ഷെ തിരിച്ചു വന്നത് ഞാൻ കടൽ ടോക്സിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഭാഗം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഭാഗം മീൻസ് കുളിച്ചതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ഇന്നലെ കിടന്നപ്പോൾ നല്ലപോലെ ലേറ്റായി. ഇനിയിപ്പോൾ കടൽ ടോക്സ് ഞാൻ ഒരു പരുവം വരെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. മീൻസ് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ കടൽ ക്ലൗഡിലുള്ള വീഡിയോയും ഡയറിയിലുള്ള വീഡിയോയും വന്നിട്ട് വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. എന്നെങ്കിലും നേരത്തെ എഡിറ്റ് ചെയ്ത് തുടങ്ങണം. അല്ല ജയിക്കണം. എന്നെങ്കിലും നേരത്തെ എഡിറ്റ് ചെയ്ത് തുടങ്ങണം. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ തന്നെ രാവിലെ വരെ ഇരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ തിരിച്ച് പോയി കഴിഞ്ഞ് ഇപ്പം ഞാൻ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മീൻസ് റൂം ക്ലീനിങ്ങും കോണ്ടന്റ് ക്രിയേഷനൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഉറക്കം മാത്രം ഒന്ന് ശരിയാക്കണം. ഉറക്കം മാത്രമാണ് ഒന്നും ശരിയാവാത്തത്.
ഇനിയിപ്പോൾ അതും കൂടി ശരിയാക്കാനുള്ളൂ. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ അതും കൂടെ സെറ്റാക്കാം. നൈസായിട്ടൊന്ന് മുട്ടുക പറഞ്ഞാൽ ഞാൻ പോയി മുട്ടിയതല്ല, ഇങ്ങോട്ട് വന്ന് മുട്ടി. ഇവിടെ തത്തമംഗലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ വണ്ടി ഇങ്ങനെ കയറ്റത്തിൽ മെല്ലെ 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 കയറിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ മൊത്തം വണ്ടികളായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായി കുറച്ച് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നീക്കി വണ്ടി നിർത്തിയപ്പോൾ തൊട്ട് ബാക്കിലൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ആ ചെക്കൻ നിർത്തിയില്ല. ആ ചെക്കൻ നേരെ കൊണ്ട് എൻ്റെ വണ്ടിയിലിടിച്ചു. എന്നിട്ട് ആ ചെക്കൻ ഞാൻ എന്നുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ സൈഡിൽ നിർത്താൻ പറഞ്ഞു. സൈഡിൽ നിർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കിലെ നമ്പർ പ്ലേറ്റ് വളഞ്ഞു. ബാക്ക് ഇങ്ങനെക്ക് ഉള്ളിലേക്ക് ചെറുതായിട്ട് വളഞ്ഞു. അപ്പോൾ കൂടെ കുട്ടിയുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അധികം ഒന്നും സംസാരിക്കാൻ നിന്നില്ല, റോട്ടിൽ നിന്ന് അടി ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാവാനും. അപ്പം ഞാൻ നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ ആളുടെ നമ്പർ തന്നു. നമ്പർ തന്നിട്ട് ഒന്നും ആയില്ലല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ചേട്ടാ നമ്പർ പ്ലേറ്റ് വളഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, എവിടെ കാണില്ല എന്നൊക്കെ. ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ കയറിയിരിക്കണ കാണില്ലേ, ബെൻഡൊന്നും കണ്ടില്ല ചോദിച്ചു. അപ്പോൾ അയാൾ പറയാ വണ്ടി റോഡാകുമ്പോൾ നമ്മളൊരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണമൊക്കെ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പൊന്നുപോലെ കൊണ്ട് സൂക്ഷിക്കണ വണ്ടിയാണ് ഇത്, ഞാനായിട്ട് കൊണ്ടുപോയി ഇടിച്ചതല്ല, ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ്. അപ്പോൾ സഹകരണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്തേലും ചെയ്തു തരാം എന്താ വെച്ചാൽ ചെയ്തു തരാം. ഞാൻ പറഞ്ഞു പൈസയോ കാര്യങ്ങളോ വേണമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അതൊന്ന് അക്നോളജ് ചെയ്യണം. ഒന്നും ആയില്ല എന്നല്ല, ഒരു ഇതുണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടായി എന്നുള്ളത് അക്നോളജ് ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ആള് വണ്ടിയൊക്കെ ആകുമ്പോൾ നാളെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞാനിങ്ങനെ നാളെ എന്തെങ്കിലും ആവാന്നോ, നാളെ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവണോ, ഓക്കെ അതും പറഞ്ഞ് ഇന്ന് തന്നെ വേറെ വല്ല മുട്ടിയോ നാളത്തേക്കുള്ളതായിട്ടില്ലല്ലോ, ഇന്ന് മുട്ടിയല്ലോ, നമ്മൾ അങ്ങനെ വല്ലതും പറഞ്ഞിരിക്കണം. അയാൾ എന്ത് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ആ ചെക്കനാണെങ്കിൽ ഇങ്ങനെ വയമ്പ് കണ്ട് നിൽക്കണ്ട. ഞാൻ പിന്നെ ഒരുപാട് സംസാരിക്കാനൊന്നും നിന്നില്ല. നമ്പർ വാങ്ങിയിട്ട് ഞാൻ വന്നു. ഞാനിങ്ങനെ എപ്പോഴും മനസ്സിൽ ഇമാജിൻ ചെയ്യും കേട്ടോ, വല്ല റോട്ടിൽ വല്ല വണ്ടി ഇടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും, ഞാനിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. എന്തോ ദൈവഭാഗ്യത്തിന് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ഇന്ന് എൻ്റെ കൈയും കാലൊക്കെ വിറച്ചു. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് സംസാരിക്കാനൊന്നും നിന്നില്ല. ഞാൻ എന്തും പറഞ്ഞ് സംസാരിക്കും. നമ്പർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി. പട്ടു ഇത് വളഞ്ഞ പോലെ ഉണ്ടാ പട്ടു, അയാൾ വളഞ്ഞില്ല എന്നൊക്കെ. ഇത് കണ്ടിട്ട് അയാൾക്ക് വളഞ്ഞില്ല അത്ര. എങ്ങനെയാണ് കൈ കാണിക്കാൻ പറഞ്ഞത്? ടീച്ചർ എങ്ങനെ കൈ കാണിക്കാൻ പറഞ്ഞത്? ഇന്നലെ എങ്ങനെയോ എങ്ങനെ കാണിച്ചത്? നീ എങ്ങനെയോ ചിക്കൻ വാങ്ങണ്ടേ? ചിക്കൻ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കി തരട്ടെ. ഞാൻ സക്സസ്ഫുള്ളി ഇന്നലെ മിനിയാന്ന് അമ്മേനെ പിടിച്ച് വലിച്ചിരുത്തത്. Let's go to school. Let's go to school. Shall we go to school? സ്കൂളിൽ പോവാം. ഇറങ്ങാം. Bye. Today's leave. കരയണ്ട പോട്ടെ. ഓക്കെ. മുഖമൊക്കെ മാറി. C for cat. Meow. D for dog. E for apple. Egg. Eggies. F for fish. Good girl. G for gorilla. Gorilla. Action മാത്രമേ ഉള്ളൂ. Gorilla. God.
யாருக்கு எங்கேயாவது ஏறி உட்கார பார்த்தா വേണമെങ്കിൽ കഴിക്കാവോ ചിലപ്പോൾ തോന്നണം. ഞാൻ ഷിബു ഉണ്ടോ നോക്കാം. ഷിബു ഇല്ല പറഞ്ഞാൽ ഞാനുണ്ട് നൈറ്റും പറയണം. Be careful. ഇപ്പൊ തുറക്കും. സൈഡ് കട്ട് ചെയ്തിട്ട് കുറച്ച് സോയ സോസ് മറ്റേ മൈദ